കൊല്ലത്തെ മെട്രോപൊളിറ്റൻ നഗരമാക്കുമെന്ന് കോർപ്പറേഷനിൽ ഉളിയക്കോവിൽ ഈസ്റ്റ് ഡിവിഷൻ LDF സ്ഥാനാർത്ഥിയും മുൻ മേയറുമായ അഡ്വക്കേറ്റ് വി രാജേന്ദ്രബാബു. വികസനമാണ് കൊല്ലത്ത് ചർച്ച ചെയ്യുക. കോൺഗ്രസിന്റെയും BJPയുടെയും പ്രതീക്ഷകൾ അസ്ഥാനത്തെന്നും അഡ്വക്കേറ്റ് വി രാജേന്ദ്രബാബു 24നോട് പറഞ്ഞു. അരുൺരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊല്ലത്തിന് പരിചയപ്പെടുത്തലുകൾ ഒട്ടുമേ ആവശ്യമില്ലാത്ത വ്യക്തിയാണ് വി രാജേന്ദ്രബാബു. ഉളിയക്കോവിൽ ഈസ്റ്റ് ഡിവിഷനിൽ നിന്നാണ് ഇപ്പോൾ ജനവിധി തേടുന്നത്. കൊല്ലത്തെ സംബന്ധിച്ച് അങ്ങനെ പരിചയപ്പെടുത്തലുകൾ വേണ്ട, കൊല്ലത്തിന് പേരുകൾ പരിചയപ്പെടുത്തേണ്ട, കൊല്ലത്തിന് മേയറായി അടക്കം വരുന്ന വ്യക്തിയാണ്. വലിയൊരു ദൗത്യത്തിലേക്കാണ് കൊല്ലം കോർപ്പറേഷൻ കടക്കാൻ പോകുന്നത്. കാരണം സർക്കാരിന്റെ കൂടി പിന്തുണയോടെ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പോകുന്നു. എന്തിനു വേണ്ടിയാണ് ജനത്തിനോട് ഇപ്പോൾ വോട്ട് ചോദിക്കുന്നത്? എന്ത് മുദ്രാവാക്യമാണ് മുന്നോട്ട് പോകുന്നത്? നമുക്ക് പ്രധാനമായും നമ്മൾ ഗവൺമെന്റ് ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ജനപക്ഷ വികസനം എന്താണെന്ന് ഒരു ബദൽ സാമ്പത്തിക നയത്തിലൂടെ ഇന്ത്യയിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു സർക്കാരാണ്. അതിൻ്റെ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ്. അതിൻ്റെ ഒരു വലിയ ഗുണം കൊല്ലം നഗരസഭയ്ക്ക് കിട്ടുന്നുണ്ട്. കാര്യം എല്ലാവർക്കും വീടുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കോർപ്പറേഷനാണ്. മാലിന്യ സംസ്കരണത്തിൽ വളരെ ബഹുദൂരം മുന്നോട്ട് പോയി. ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും മാലിന്യരഹിതമായ ഒരു നഗരമായി മാറുകയാണ്. ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥി പട്ടിക തന്നെ ഒരു സമ്മിശ്രമാണ്. കാരണം യുവാക്കളുണ്ട്, വനിതകളുടെ ഉണ്ട്, കലാകാരന്മാരുണ്ട്, അതേപോലെ തന്നെ മുതിർന്ന നേതാക്കൾ, താങ്കളെപ്പോലുള്ള മുതിർന്ന നേതാക്കളടക്കം രംഗത്തിറക്കിയാണ്. അതിന്റെ ഒരു സമ്മേളനം എങ്ങനെയാണ് അത് ക്രമീകരിച്ചത്? ഞങ്ങളെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ അനുഭവ സമ്പത്തുള്ളവർ വേണം, അതോടൊപ്പം തന്നെ പുതിയ യുവാക്കൾ വേണം, അതോടൊപ്പം തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള വനിതകൾ വേണം. അങ്ങനെ അതെല്ലാം കൂടി ക്രോഡീകരിച്ച് അവതരിപ്പിച്ച പാനൽ എന്ന് പറയുമ്പോഴത്തെ കൊല്ലത്തെ ജനങ്ങളേറെ ഇഷ്ടപ്പെടുന്നൊരു പാനലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കൊല്ലത്തെക്കുറിച്ച് നല്ല സങ്കല്പമുള്ള, നല്ല ഈ പറഞ്ഞുള്ള ഒരു ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണ് മത്സരിക്കുന്നത്. അപ്പോൾ കൊല്ലം നഗരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. CPMന് 10 സീറ്റ്, CPI കൂടെ ആയപ്പോൾ 55-ൽ 39 സീറ്റ് വിജയിച്ചു കഴിഞ്ഞു. ഇപ്രാവശ്യം അതിനേക്കാൾ കൂടുമെന്നുള്ള വിശ്വാസമാണ്. BJP എവിടെയെങ്കിലും വെല്ലുവിളിയാകും? ഒരു വെല്ലുവിളിയില്ല. BJP താങ്കളെ പോലുള്ള അനുഭവ സമ്പത്തിലുള്ള മനുഷ്യരുടെ കാര്യത്തിൽ ഞങ്ങൾ കാണുന്നത് ഇവിടെ 3ാം സ്ഥാനത്താണ്. പോസ്റ്ററുകൾ മാത്രമാണ് യഥാർത്ഥം നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊന്നും ആരെയും ഞാൻ മോശമായി കാണുന്നതല്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ സത്യസന്ധയോടും നേരോടും പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒരിക്കലും ഈ കള്ളങ്ങളും കാപട്യങ്ങളും നടത്തി പ്രവർത്തിക്കുന്ന ശീലമില്ല. വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. വൻ ഭൂരിപക്ഷത്തോടെ തന്നെ വീണ്ടും കൊല്ലം കോർപ്പറേഷൻ ഭരണം ഇടതുമുന്നണി നേടും എന്നുള്ളത് തന്നെയാണ് മുൻ മേയർ കൂടിയായ രാജേന്ദ്രബാബു വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കകൾക്കും അടിസ്ഥാനമില്ല. കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താണെന്ന് കൂടി അദ്ദേഹം അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൊല്ലത്തുനിന്ന് അരുൺരാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.